അതെ, പണ്ടങ്ങനെ മുട്ട കൊഴിച്ചിട്ടിട്ടുണ്ട്, കൂടോത്രം ചെയ്തിട്ടുള്ള ഭൂമിയാണ്. അയ്യോ ഇങ്ങനെ എന്തൊക്കെ. അവിടെ അവരച്ഛനെ കുഴിച്ചിട്ടുണ്ട് ആ, അറിയും. ഞാൻ ചിലപ്പോൾ പറയാം കുഴിച്ചിട്ടോട്ടെ അവിടെ കിടന്നോട്ടെ അല്ല എന്താ പറയുക. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ അതിൽ വിശ്വസിച്ചിരുന്നു. പിന്നീട് എപ്പോഴാണ് ഇക്കയ്ക്ക് ആ ഒരു തിരിച്ചറിവ് വന്നതും? തിരിച്ചറിവ് ഒരു നമ്മളൊന്നും കൂടി അതിനെക്കുറിച്ച് ചിന്തിക്കുക, കൂടുതലായിട്ട് നമ്മളൊന്ന് പഠിക്കണം. ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ സത്യമൗല പറയും. ഇപ്പോൾ ഈ ഇടയിലൊരു പ്രശ്നം, ഒരു സംഭവം ഉണ്ടായേ. അത് ശരിക്കും എല്ലാവർക്കും അറിയാൻ വേണ്ടി നല്ലതാണ്. എൻ്റെ കൂടെ നടക്കുന്നൊരു പയ്യനെ കുറിച്ചിട്ട് ഒരുത്തൻ, അയാൾ MDM ആണ്, കഞ്ചാവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ രാത്രി ഒരു സ്ഥലത്ത് ഒരു കോഫി കുടിക്കാൻ പോയി. അപ്പോൾ തോന്നിയതായിരിക്കും, വേറൊരാൾ എന്നോട് പറഞ്ഞു ഇയാൾ ഇങ്ങനെയൊക്കെ ആണ് കേട്ടോ, അയാളെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ പറഞ്ഞ പയ്യൻ 6 മാസം ഞാൻ ഈ പയ്യനോട് സംസാരിച്ചില്ല, അവൻ്റെ കൂടെ യാത്ര ചെയ്തില്ല. എനിക്ക് അവനോടൊരു ചോദിക്കാനൊട്ട് മടിയായി. അപ്പോൾ ഇവൻ പറഞ്ഞ എന്നെ വിശ്വസിപ്പിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരാളാണ് എന്നോട് പറഞ്ഞത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ദിവസം ഞാൻ, എടാ മോനെ, ഇങ്ങനെ ഒരു സംഗതിയൊക്കെ നീ ഉപയോഗിക്കുന്നുണ്ടെന്ന് കേട്ടോ, ഒക്കെ നിർത്തിക്കൂടെ എന്ന് പറഞ്ഞു. അതാ ഞാനാ എന്തുട്ടീ പറയണേ, ഞാനാ, എനിക്കങ്ങനത്തെ സംഭവം അറിയില്ല. എൻ്റെ ലൈഫിൽ ഞാൻ സ്മോക്കേ ചെയ്തിട്ടില്ല. സാറെന്തായി സാറേ പറയുന്നത്? അതെന്താ നീ അറിഞ്ഞിട്ടില്ല? നീ ഇത് ഇല്ല സാറേ, ഞാൻ അങ്ങനത്തെ ഒരു സംഭവം എനിക്കറിയില്ല. ആരെങ്കിലും സാറ് മേടിച്ചതായിട്ടോ എന്നെ ഒന്ന് കൊണ്ടുപോയിട്ട് പരിശോധിച്ച് നോക്കാൻ പറഞ്ഞു, ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഒരു 5-6 മാസമായിട്ട്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ ഈ സാധനം ഉപയോഗിച്ചു നോക്കണേ രമ്യ. ഞാൻ എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞിട്ടാണ് വിശ്വസിച്ചത്. ഇവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളൊരാളെ കുറിച്ചിട്ടോ ഒരു പെണ്ണിനെ കുറിച്ചിട്ടോ ഒരാളിനെ കുറിച്ചിട്ടോ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കൊരു ദേഷ്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചൂണ്ടിക്കാണിച്ച് തന്നിട്ട് അവളങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, ഇയാളപ്പം നടക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ടൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് എപ്പോഴും. എല്ലാവർക്കും ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ, അനിയന്മാരുടെ കച്ചവടത്തിൽ, അനിയൻ ജ്യേഷ്ഠനെ കുറ്റം പലതും പറഞ്ഞുണ്ടാക്കുന്നത് ഇത് സത്യം ഉണ്ടോയെന്ന് ചിലപ്പം ഞാൻ അവരോട് ചോദിക്കില്ല. ചോദിച്ചാൽ മോശമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കും. പക്ഷേ ഇത്തരം സംഭവങ്ങൾ നമ്മൾ തുറന്ന് ചോദിക്കണം. എന്താണ് സംഭവിച്ചത്, നീ എന്താണെന്ന് അറിയണം. അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന ഒരാൾ പറയുന്നത് വിശ്വസിച്ചിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അത് വലിയൊരു തിരിച്ചറിവാണ്. ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ചും ഈ ഒരു ഭാഗം കവർ ചെയ്യണം അവർ. പിന്നെ ആ ഒരു പിക്ചറായിട്ടല്ലേ അയാൾ കാണുള്ളൂ, ആ ഒരു മുഖമല്ലേ പിന്നെ എപ്പോഴും കാണുള്ളൂ. അത് ഒരു നമ്പർ 1 പോയിൻ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ദുബായിൽ പോയി കഴിഞ്ഞാൽ ഒരു 20 മുതൽ 30 വരെയുള്ള പ്രായക്കുട്ടികളാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ തിളങ്ങി നിൽക്കുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു പെരുമാറ്റം, ഏറ്റവും കൂടുതൽ വേണ്ടത് പെരുമാറ്റമാണ്. പിന്നെ നമുക്ക് ആദ്യകാലത്തില്ലാത്തൊരു സാധനം പറഞ്ഞ ടൈമിൽ എത്തുക, പറയുക, ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് തെറ്റിയൊരു തെറ്റലാണ്. അവിടെ നമുക്ക് ബന്ധങ്ങളും വലിയ വലിയ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടും. ഈ പ്രായത്തിലെ കുട്ടികൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ടൈമിങ്, ടൈം കറക്റ്റാക്കുക, പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കുക. രജിസ്ട്രേഷനോ ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത്, എന്നാലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മളെല്ലാ കാലത്ത് പാറിപ്പറന്ന് കച്ചവടം ചെയ്യുന്ന കാലത്ത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അത് ഇനി ഉണ്ടാകാൻ പാടില്ല. കാരണം ഒരു തമ്മിലുള്ള ട്രസ്റ്റ്, ഏറ്റവും വലിയ സാധനമുള്ള ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിലെല്ലാം പോയി. പിന്നെ ചില ആൾക്കാർ നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെ നവർ മൈൻഡ് അത് ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക ഏറ്റവും വലിയ പോയിൻ്റാണ്. ചില ആൾക്കാരെ നമ്മൾ മൈൻഡ് ചെയ്യില്ല. അവരുടെ ഡ്രസ്സ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, അവരെ രൂപം എത്തായിരിക്കും, നമ്മൾ വേറെ രീതിയിൽ ജഡ്ജ് ചെയ്യും. ഒരു കോടീശ്വരന് ഒരിക്കൽ കയറി വന്നിട്ട് ഒരു ബിൽഡിങ്ങിന് വില പറഞ്ഞു. അപ്പം ഞാൻ ഇയാൾ ആരാന്ന് വിചാരിച്ചു, ഞാൻ അയാളെ മൈൻഡ് ചെയ്തില്ല. പിറ്റേ ദിവസം അയാൾ വന്നിട്ട് അയാൾ മരിച്ചു പോയി, ഒരാൾ ആ ബിൽഡിങ് കച്ചവടമാക്കി പോയി. ഇയാൾ
അയാൾ സ്കെൽറ്റായിട്ടൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ആൾക്കാരുടെ രൂപത്തിനെയോ ആൾക്കാരുടെ സ്റ്റൈലിനെയോ ഇപ്പോൾ നല്ല ഗ്ലാമറിലൊരുത്തം വന്നു വിചാരിച്ചു, പാൻറ്റും ഷർട്ടൊക്കെ ഇൻ ചെയ്തിട്ട് ചിലപ്പോൾ 0 ആയിരിക്കും. നമ്മളത് നോക്കരുത്. നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ആ ഒരു മര്യാദ, ആ ഒരു റെസ്പെക്റ്റ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക, എല്ലാവരും ഒരേമാതിരി കാണാതിരിക്കുക. എത്ര ചിലപ്പോൾ ചാക്കിൽ പണയേറ്റി വന്നിട്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചാക്കിൽ പണാക്കിയിട്ട് ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് റൂമിലേക്ക് കൂട്ടിക്കൊണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ 97, 98 അതൊക്കെ ചില കാക്കാമാരാണ്, കള്ളിത്തുണിയായിരിക്കും എടുക്കുക. അവരുടെ കയ്യിലൊക്കെ അല്ല പണത്തിന് കണക്കില്ല. അപ്പോൾ നമ്മളെ അടുത്ത് ഇരിക്കുമ്പോൾ വിചാരിക്കും ഇയാൾക്കൊന്നുമില്ല, ഇയാൾക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കേണ്ടത് വിചാരിക്കും. അയാളായിരിക്കും ഏറ്റവും വലിയൊരു കോടീശ്വരൻ. മനസ്സിലായ? അപ്പം അതിന് എനിക്ക് ഈ കുട്ടികളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ആർക്കും കൊടുക്കേണ്ട മര്യാദ. വീട്ടിൽ കയറി വന്നാൽ നമ്മളോട് ചോദിച്ച ഇന്നൊരു റൂം വേണം, എനിക്കൊരു വാടക ഒരു ഓഫീസ് വേണം, എനിക്ക് അവിടെ ഒരു വീട് കയറ്റാൻ സ്ഥലം വേണം, എനിക്ക് ദുബായിലൊരു ഫ്ലാറ്റ് വേണം, കൊച്ചിയിലൊരു ഫ്ലാറ്റ്, അവരെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഫീൽഡ് ആകുമ്പോൾ അവർക്ക് കറക്റ്റ് റിപ്ലൈ കൊടുക്കണം. ഞാൻ ആദ്യകാലത്തൊക്കെ ആണ്, ഇപ്പോൾ കുറച്ചതിൽ പിന്നെ ബാക്കിലോട്ടുണ്ട്, പക്ഷെ എപ്പോഴും അത് ശരിയാക്കി വരുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്നത് വലിയ മോശമാണ്. കറക്റ്റ് ഒരു ആൻസർ കൊടുക്കുക. ഓക്കെ, ഇക്ക പറയണ്ട, ഇക്കയുടെ മുന്നിൽ വന്ന് ഇരിക്കുന്ന ആൾക്കാരെ ജഡ്ജ് ചെയ്യരുത്. ആളുടെ ബാഹ്യരൂപം കണ്ടിട്ട് അല്ല നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ തന്നെ ഇക്ക നിൽക്കുന്ന പൊസിഷൻ ഉണ്ടായിരുന്നല്ലോ, അതായത് മീഡിയേറ്ററായിട്ട് നിന്നിരുന്നപ്പോൾ. അപ്പം ഇക്കേനെ പോലത്തെ ആൾക്കാരെയും ഈ ബിസിനസ് ചെയ്യുന്നവരും ജഡ്ജ് ചെയ്തിട്ടുണ്ട്. തിരിച്ചും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇതിനെ കൊണ്ട് പറ്റുമോ എൻ്റെ ഇത്രയും വലിയ പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്യാനായിട്ട്? നിന്നെ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇക്കയുടെ അടുത്തും തിരിച്ചും ആ അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. എത്ര സ്ഥലത്തുനിന്ന് നമ്മൾ പോകേണ്ടി വന്നിട്ടുണ്ട്, നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളോടാണ് ഇപ്പോൾ ഈ പറയുന്നതെന്നൊക്കെ. പക്ഷേ അവിടെ നമ്മൾ വാക്കുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ എറണാകുളത്തിനെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാം, കോഴിക്കോട് നിങ്ങൾക്ക് ദുബായിലേക്ക് എത്തിക്കാം. ഞാനിപ്പോൾ വാക്കുകൊണ്ട് എത്തിച്ചേരാൻ പറ്റും. പക്ഷെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കലാണ് ബുദ്ധി. മനസ്സിലായോ? അപ്പോൾ അതിൽ നമ്മളിപ്പോൾ നെടുമ്പാശ്ശേരിയൊക്കെ വരുന്ന സമയത്ത് അവിടെയൊക്കെ ഒരു 100 ഏക്കർ എടുത്ത് പൂർത്തിയാക്കുക, അല്ലെങ്കിൽ കോഴിക്കോടത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് കച്ചവടം ചെയ്യുക, കേരളത്തിലിപ്പോൾ ഏതാണോ ഏറ്റവും വലിയ കച്ചവടം അതിലെൻ്റെ പങ്കുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ ആ വലുതാക്കി കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവർ പറയണം ഈ കച്ചവടം ആരാ ചെയ്തത്, അത് സുലൈമാനാണ്, അല്ലെങ്കിൽ കാരാടൻ ലാൻസാണ്, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു നമ്മൾ. അതിന് എത്ര വർഷം എടുത്തു വെക്കാം? അതിന് കുറേ ടൈം എടുത്തു. സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു വാശിണ്ടായിരുന്നു രമ്യ എനിക്കൊരാളോട്. അപ്പോൾ അയാളെന്നെ കൊച്ചാക്കി കണ്ടു. അപ്പോൾ ഞാൻ വർത്തമാനം കൊണ്ട് അയാളോട് പറഞ്ഞില്ല. ഞാനൊരു 8-9 മാസം കൊണ്ട് അയാൾക്ക് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. ഞാൻ ഒരു സംഭവം, ഒരു സാധനം വിറ്റ് കാണിച്ചു കൊടുത്തു. വിറ്റിട്ട് പൈസയും കൊണ്ട് പോയി. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് അറിയോ? കച്ച കെട്ടി ഇറങ്ങി. ഇതെനിക്കൊരു വാശിയാണ്. കോയമ്പത്തൂരായിരുന്നു. അവിടെ പോയി നിന്ന് ഓരോരോ ലൈനിലും ഡോക്ടർമാർ, എടുക്കുന്ന ആൾക്കാർ, ഇൻട്രസ്റ്റിന് കൊടുക്കുന്ന ആൾക്കാർ, ആരാണിത് എടുക്കുക എന്ന് നോക്കിയിട്ട് ഞാൻ പഠിച്ചു അവിടെ ഇരുന്നിട്ട്. ഇന്നത്തെ ഒരു മുരളി ഹോട്ടൽ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവിടെ ചെറിയൊരു പൈസക്കായിരുന്നു ഞാൻ എടുത്തത്. അന്ന് എനിക്ക് വയസ്സൊരു 25, 26, 27 ഉണ്ടാവുള്ളൂ. ഞാൻ എന്നിട്ട് പഠിച്ചിട്ട് ഞാനൊരു കടലാസിൽ എഴുതി വെക്കും, നാളെ ഇയാളത്ത് പോവാം. അപ്പോൾ അയാളുടെ ക്ലിനിക്കിലേക്ക് ഞാൻ കയറി ചെല്ലും. സാർ ഇന്ന സ്ഥലത്തൊരു സ്ഥലമുണ്ട്, സാറിന് വേണോ വെച്ച്. എന്തായാലും ഒരു 8 മാസം കൊണ്ട് ഞാനത് സക്സസ് ആക്കി.